ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മളെ പുതിയൊരു വ്ളോഗാണ്. നമ്മൾ അവിട്ടത്തിനെടുത്തതാണ്. അപ്പോൾ അതാണ്ട് അവിട്ടത്തിന് രാവിലെ ജോലിയെല്ലാം ഒതുക്കി. കാരണം നമുക്ക് ജംബോ സർക്കസ് കാണാൻ പോകണമായിരുന്നു. അപ്പം 1 മണിക്കുള്ള ഷോയ്ക്കാണ് കയറാമെന്ന് കരുതിയത്. അപ്പോൾ കുറച്ച് ലേറ്റായി. പക്ഷേ ഞങ്ങൾ ചെന്നതിന് ശേഷം കേട്ടോ ഷോ തുടങ്ങിയത്. അപ്പോൾ അന്ന് നമുക്ക് കഴിക്കാൻ നമ്മൾ മീനും മേടിച്ച് ചിക്കനും മേടിച്ചായിരുന്നു അവിട്ടത്തിൻ്റെ അന്ന്. അത് കറിയൊക്കെ വെച്ച് ബാക്കി നമുക്ക് പച്ചടി ആയാലും കിച്ചടി, മോര് ഒക്കെ നമുക്ക് തിരുവോണത്തിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടാക്കണ്ടല്ലോ, അതൊക്കെ ഇച്ചിരി തണുത്ത് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ മീൻ വറുത്ത് ചിക്കൻ അരപ്പില്ലാതെ കറി വെച്ച് റോസ്റ്റ് പോലെ ആക്കിയെടുത്ത്, പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് വറുത്ത്, പിന്നെ നമ്മളെ പച്ചടി കിച്ചടി തിരുവോണത്തിൻ്റെ മോര്, പിന്നീട് അച്ചാറും ഉണ്ടായിരുന്നു. ഞങ്ങൾ 12:05 ആയപ്പോഴാണ് കഴിക്കാതിരുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. പെടച്ചടിച്ചാണ് നമ്മൾ പോയത്. കാരണം ഞങ്ങൾ സർക്കസ് കണ്ടിട്ടുണ്ട്, പക്ഷെ മോളെ ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടായിരുന്നു. അത് വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ അവൾ ഇതുവരെ കണ്ടിട്ടില്ല, ടി വിയിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവളെ നേരിട്ടൊന്ന് കാണിക്കാൻ നമുക്ക് നമ്മളെ സ്ഥലത്ത് വന്നില്ല, ആശ്രമത്തിൽ. എല്ലാ വർഷവും ഓണത്തിന് ആശ്രമത്ത് സർക്കസ് വരും. പക്ഷേ ഞങ്ങൾ കണ്ടതിനെക്കാട്ടി ബോറായിരുന്നു സർക്കസ്. കാരണം ഒരൈറ്റവും നന്നായിട്ടില്ലായിരുന്നു. പട്ടികളെ കൊണ്ടുവന്ന് എന്തൊക്കെയോ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചു, പട്ടിക്കുഞ്ഞുങ്ങളെ. അത് കാണാനുള്ളായിരുന്നു രസം. പിന്നെ ഇത് നമ്മൾ ആശ്രമ മൈതാനം ഞങ്ങൾക്ക് കഴിഞ്ഞ മാസമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായിരുന്നു ഇതെല്ലാം വരുന്നത്, ഇതെല്ലാം ഓരോന്ന് സെറ്റ് ചെയ്യുന്നതും. അന്നേ ഞങ്ങൾ എല്ലാം കണ്ടത്. അതുകൊണ്ട് എവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് ചെന്നപ്പോൾ പരതേണ്ട ഒരു ആവശ്യം വന്നില്ല. കാരണം ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇന്നടുത്താണ് ജംബോ സർക്കസ്, ഇന്നടുത്താണ് ഫിഷിൻ്റെത്, ഇന്നടുത്ത് റോബോട്ടിൻ്റെത്. ഇപ്പോൾ ഒരുപാട് തന്നിട്ടുണ്ട്, ഡ്രസ്സിൻ്റെത് കാര്യങ്ങൾ. മൈതാനം നിറച്ച് ഓരോ സ്റ്റാളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് കയറി ടിക്കറ്റ് എടുത്ത് 300 ഉണ്ടായിരുന്നു, 350 ഉണ്ടായിരുന്നു, 250 ഉണ്ടായിരുന്നു, 150 ഉണ്ടായിരുന്നു. 150 ഏറ്റവും ബാക്കിലാണ്. അപ്പം ഞങ്ങൾ 150ൻ്റെ എടുത്തത്. കാരണം നമുക്കറിയാമല്ലോ വലിയ ഇത് കാണില്ല സർക്കസിന്. എന്നാലും മോളെ ഒന്ന് കാണിക്കാം, അവളും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോഴതാണ്ട് എല്ലാവരും കയറുന്നുണ്ട്. ആൾ നല്ല രീതിയിൽ കുറവായിരുന്നു, അധികം ആളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഐറ്റവും ഒക്കെ നമ്മൾ പണ്ട് കണ്ടതിൽ വെച്ച് ആ ഒരു ലെവലിലേക്കൊന്നും വന്നിട്ടില്ല. കാരണം 1 മിനിറ്റ് കഷ്ടിച്ച് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിക്കും. പിന്നെ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ അടുത്തത് വിളിക്കുക ചെയ്യുന്നത്. പിന്നീട് കസാരയാണെങ്കിൽ ഈ മണ്ണിനകത്തിട്ടിട്ട് ആർക്കും അങ്ങനെ, നമ്മൾ മാത്രമല്ല വന്ന എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്, ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം കസാര മറിഞ്ഞ് പോന്നു. അങ്ങനെ അതാണ്ട് ഇതെന്ന് പുള്ളിക്കാരി കാണുന്നുണ്ട്. അവളത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അവളിങ്ങനെ ഈ കണ്ണിമ വെട്ടാതെ ചിമ്മാതെ അതിങ്ങനെ നോക്കി നിൽക്കുക. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോറടിച്ചു കേട്ടോ. കാരണം അവൾ വീട്ടിൽ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെ അവിടെയും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കാണിക്കുന്നത്. കാരണം അത് അധികം നേരം നിൽക്കുന്നില്ല. പിന്നെ അവർക്ക് പ്രാക്ടീസിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം 5-6 തവണ അവർ ചെയ്യുമ്പോഴാണ് ഒരു വട്ടം അത് ശരിയാവുന്നത്. നല്ല പ്രാക്ടീസിൻ്റെ കുറവുണ്ടെന്ന് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ സർക്കസ് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ അതാണ്ട് പട്ടിക്കുട്ടികളെ കൊണ്ടുവന്ന് ചെയ്തായിരുന്നു. അത് മാത്രമാണ് എനിക്കിഷ്ടപ്പെട്ടത്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അത് അവരുടെ ജോലി അവർ നന്നായിട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയും നല്ലത് കാണുമെന്ന് പറഞ്ഞാൽ അമ്മാമ്മയും മോളും കൂടെ ഫ്രണ്ടിൽ പോയിരുന്നു. ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളൊരു 10-15 പ്രാവശ്യം ഇണയിക്കേണ്ടി വരും. കാരണം മണ്ണ് കാരണം കസാര വളഞ്ഞ് അവിടെ പലരും വീഴുന്നുണ്ടായിരുന്നു. കസാരയിൽ നിന്ന് വീഴുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇവരിങ്ങനെ ഇരുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വാക്കല്ലാതെ കസേര വീഡിയെടുക്കുകയും ചെയ്യുന്നത്. പിന്നെ മയിലൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സർക്കസിൽ മയിലിൻ്റെയൊക്കെ കാണുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള സർക്കസിലൊന്നും ഇങ്ങനെ മയിലും ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഉത്സവം മാതിരി ആയിപ്പോയി എനിക്ക് തോന്നി. പിന്നെ ബോറടിച്ചപ്പം കൊച്ചു തന്നെ പറഞ്ഞു നമുക്ക് പോവാം എന്നുള്ളൊരിതിലായി. ഞങ്ങൾ ഇറങ്ങിയതും ഷോ തീർന്നതും ഒരുപോലായിരുന്നു. കാരണം പലരും ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചിരിക്കേണ്ട നമുക്കും പോകാമെന്ന്. പക്ഷേ അപ്പോഴത്തേക്ക് ഷോ തീർന്നായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ വന്നത് കൊല്ലം ബീച്ചിലാണ്. അപ്പം ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് എഴുതി. അപ്പോൾ നമ്മളൊരു 4 മണിക്ക് മുന്നേ ബീച്ചിലെത്തി. നല്ല വെയിലായിരുന്നു. അവിടെയും ഫാൻ ഉണ്ടെങ്കിലും നമുക്ക് കാറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എപ്പോഴും ഫാൻ നിൽക്കുമായിരുന്നു സർക്കസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും. അതുകൊണ്ട് തന്നെ ആ ചൂടും മൈതാനം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ചൂടും കാര്യങ്ങളുമായിട്ട് എല്ലാവർക്കും തലവേദനയായി. പിന്നെ ഇതാണ് നമ്മൾ നെല്ലിക്കയൊക്കെ മേടിക്കുന്ന സ്ഥിരം കട. ബീച്ചിൽ വന്നാൽ ഇവിടെ നിന്നാണ് നമ്മൾ നെല്ലിക്കയും പൈനാപ്പിളും ഒക്കെ മേടിക്കുന്നത്. അപ്പോൾ ആദ്യമേ വന്നപ്പോൾ അമ്മയ്ക്കും ചേട്ടനും ചേച്ചിക്കും അവർക്ക് 3 പേർക്കും ചായ
ചായ കുടിക്കാതെ ഇനി ഒരു പടി അങ്ങോട്ട് നടക്കാൻ വയ്യ എന്നൊരവസ്ഥയിലോട്ടായി. കാരണം അത്രയ്ക്കും തലവേദന 3 പേർക്കും. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് നടക്കുകയാണ്. നമ്മൾ സ്ഥിരം ചായ കുടിക്കുകയും പൊരിപ്പ് മേടിച്ച് കഴിക്കുകയും ചെയ്യുന്ന സ്ഥിരമായിട്ട് അങ്ങനെ ഒരു കട നമുക്കിവിടെ ഉണ്ട്. ഞങ്ങളെപ്പോൾ ചെന്നാലും അവിടെ നിന്നാണ് മേടിച്ച് കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അച്ചാച്ചിയും മോളും കട ലക്ഷ്യമാക്കി നേരെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും പുറകെ വെച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് അവർ എല്ലാം സെറ്റ് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നീട് ചായ കുടിച്ചു. പക്ഷേ അന്ന് കുടിച്ച അവിട്ടത്തിൻ്റെ അന്ന് കുടിച്ച ചായ ചേട്ടൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ചേട്ടനല്ല, ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ ഇട്ടുകൊണ്ട് വരുന്നതല്ലേ, അപ്പോൾ ചൂടിൻ്റെയും ഒക്കെ കുറവുണ്ട്. പിന്നെ അതാണ്ട് തലവേദന കാരണം എങ്ങനെയൊക്കെ എല്ലാവരും കുടിച്ച്. പിന്നെ ഇതിവിടെ നോക്കുന്നത് പട്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം അവൾ വന്നപ്പോഴും ബീച്ചിൽ അവസാനമായിട്ട് വന്നപ്പോഴും പട്ടം ചോദിച്ചിട്ട് ഇവിടെ മൊത്തം അച്ചാച്ചിയും മോളും കൂടെ തിരഞ്ഞായിരുന്നു. എൻ്റെ ബ്രദറിനെ എൻ്റെ മോള് വിളിക്കുന്നത് അച്ചാച്ചി എന്നാണ്. അതാ നമ്മളും പറയുമ്പം അങ്ങനെ പേര് വരുന്നത്. ചേട്ടനെ അവൾ വിളിക്കുന്നത് അച്ചാച്ചി എന്നാണ്. അപ്പോൾ അതാണ്ട് പട്ടം പറക്കുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. ചൂട് നല്ല വെയിലാണ് അടിക്കുന്നത്. വെയിലിൻ്റെ അടുത്തോട്ട് നമ്മളെ കണ്ണുകൊണ്ടെല്ലാം പറ്റത്തില്ല, നമുക്ക് കണ്ണടയ്ക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ കൊല്ലുന്നൊരു ചൂട് ഇല്ലായിരുന്നു. പക്ഷേ തലയിലോട്ടൊക്കെ ഈ തലവേദന ഉള്ളവർ, ഇപ്പോൾ ചേച്ചിയായാലും അമ്മയായാലും ചേട്ടനായാലും അവർക്ക് പെട്ടെന്ന് തലവേദന വരും. അപ്പം അതവർക്ക് ബുദ്ധിമുട്ടാണ്. ചേച്ചി കുടയും പിടിച്ചുകൊണ്ടാണ് നിന്നത് വെളിയിലോട്ട് ഇറങ്ങിയപ്പം. പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പം ഓരോ അരുവിനുള്ള കടകളിൽ നിന്നും എല്ലാവരും സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കി വെക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ തിരക്ക് അന്നേരം തന്നെ തിരക്കുണ്ടായിരുന്നു. കുറച്ച് തന്നപ്പോഴത്തേക്ക് നമ്മളും ക്ഷീണിച്ചു. അപ്പോൾ പിന്നെ കുലുക്കി സർബത്തോ എന്തോ ഒന്ന് മേടിച്ച്, ഞാൻ നാരങ്ങയുടെ മേടിച്ചത്, ഞാനും ചേച്ചിയും. അമ്മയും ചേട്ടനും മാങ്ങയുടെ മേടിച്ചത്. പക്ഷേ മാങ്ങയിൽ അവർക്ക് പണി കിട്ടി, വാടിയ മാങ്ങയായിരുന്നു. പക്ഷേ ഞങ്ങളുടേത് സൂപ്പറായിരുന്നു. അങ്ങനെ അതാണ്ട് പട്ടം ചേച്ചി മോളും കൂടെ പട്ടം മേടിച്ച്, ഇന്ന സ്ഥലത്ത് നിന്ന് പറത്തിയാൽ മതി, നല്ലോണം പോകുമെന്നൊക്കെ അയാളിങ്ങനെ പറഞ്ഞു കൊടുത്ത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ പക്ഷെ നമുക്ക് കിട്ടിയ ചരട് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം പട്ടം മേളിൽ പോയപ്പം പിന്നെ പറത്താനായിട്ട് നമ്മുടെ കയ്യിൽ ചരടില്ല. അങ്ങനെ പിന്നെ അവിടെ പട്ടം പറത്തിയിട്ട് ഇട്ടിട്ട് പോകുന്നതും പട്ടം പൊട്ടിപ്പോകുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ചരടുകൾ അവിടെ കിടപ്പുണ്ട്. അതെല്ലാം കൂട്ടി ഒരു വലിയ നീളമുള്ളൊരു ഇതാക്കി. അത് മൊത്തത്തിൽ അവർ ഹൈറ്റിൽ വിടുകയും ചെയ്തു. പിന്നീട് കെട്ടാനായിട്ട് അവിടെ അങ്ങ് നോക്കിയിട്ട് കണ്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും എടുത്ത് അമ്മയും ചേട്ടനും കൂടെ കെട്ടിയാനെ. അങ്ങനെ വേണ്ട പറത്തി കളിച്ച് തുടങ്ങി. അപ്പോഴത്തേക്ക് അപ്പുറം ഇപ്പുറം ഒക്കെ പട്ടമുണ്ട് കേട്ടോ. നമ്മളെ കയ്യിൽ നിന്ന് പട്ടം പൊട്ടുന്നതെന്ന് വെച്ചാൽ അടുത്തുള്ള പട്ടം വന്ന് കുരുങ്ങുമ്പോൾ മാത്രമേ അത് പൊട്ടത്തുള്ളൂ. അല്ലാതെ അത് എത്ര ഹൈറ്റിൽ പോയിട്ടും സംഭവം നൂലൊക്കെ നല്ല കട്ടിയുള്ളതായിരുന്നു. പട്ടം പൊട്ടുന്നൊന്നുമില്ലായിരുന്നു. ഈ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വന്നിങ്ങനെ കയറിപ്പിടി. കാരണം എല്ലാവരും പറത്തുന്നത് ഒരു സൈഡിൽ നിന്നാണ്, അങ്ങും ഇങ്ങനെ കാറ്റിൻ്റെ ആ ഒരു ദിശ അനുസരിച്ച് എല്ലാവരും പട്ടം പറത്തുന്നത്. അപ്പോൾ സ്വാഭാവികം എന്ന് വെച്ചാൽ എൻ്റെ പട്ടം പൊട്ടി അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. പൊട്ടുന്നവർ നിർത്തിയിട്ട് പോവും, അത്രയേ ഉള്ളൂ. അങ്ങനെ ദാണ്ട പട്ടം ചേട്ടനും മോളും കൂടെ ആഗ്രഹിച്ച് മേടിച്ചത്. പക്ഷേ അതിൻ്റെ എനർജി മൊത്തം അമ്മയ്ക്കായിരുന്നു. അമ്മ കുറച്ച് നേരം പറത്തി, പിന്നെ ചേട്ടനും എടുത്ത്. പിന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് തിരിച്ച് വലിക്കാം. കാരണം ഏറ്റവും ഹൈറ്റിൽ ചേട്ടൻ പട്ടം കൊണ്ടുവന്ന് എത്തിച്ച് കഴിഞ്ഞപ്പം പിന്നെ ചേട്ടന് മടിയായി, നമുക്ക് നിർത്താമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ തന്നെ വേണ്ട മോനെ, പറത്തെന്നും പറഞ്ഞിട്ട് അങ്ങും ഇങ്ങും കിടന്നതെല്ലാം കൂട്ടിക്കെട്ടി പട്ടം പറത്തി കളിക്കുന്നുണ്ട്. ആ സമയത്ത് നല്ല രീതിയിൽ തിര വരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ അവിടെ ഉള്ള ആളുകൾ വന്ന് പറയുന്നുണ്ട്, മാറി നിൽക്കുന്നു, അവിടെ അടുത്ത് നിൽക്കുന്നവർക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അമ്മ അടുത്ത നൂലെടുത്ത് ചുറ്റിയിട്ട് അത് കുരുക്കില്ലാതെ ചുറ്റി എടുക്കുക. ചേട്ടൻ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് വിട്ട് കൊടുക്കും. അങ്ങനെ അവർ 3 പേരും പട്ടത്തിനകത്ത് തന്നെ. ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരിക്കും, പിന്നെ കടലിൽ നോക്കും. ഇതിൻ്റെ മേളിൽ തന്നെ ആയിരുന്നു ഈ പ്രാവശ്യത്തെ ബീച്ചിൽ പോക്ക്. പിന്നീട് താണ്ട കുതിരയൊക്കെ ഉണ്ടായിരുന്നു. 200 രൂപ ഒരു റൗണ്ട് ചുറ്റിക്കുന്നതിന്. നമ്മൾ കയറിയില്ല കേട്ടോ, ഒരാൾ ചോദിക്കുന്നത് കേട്ടതാ. ആരും കയറുന്നത് കണ്ടതുമില്ല, കാരണം അത് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു റേറ്റ്. അങ്ങനെ അതാദ്യം കയറുന്ന കണ്ടില്ല. അപ്പോഴത്തേക്ക് താണ്ട നമ്മളാ പട്ടം പറന്ന് അങ്ങ് മേളോട്ടാവുന്നുണ്ട്. ദിവസം അമ്മ അങ്ങ് ഇരുന്ന്, ഞങ്ങൾ 2 പേരും ബാക്കിൽ നിന്ന്. അമ്മയ്ക്ക് വെയിലൊന്നും ഒരു പ്രശ്നമല്ല, ചേച്ചി കുടയും പിടിച്ച് നിൽക്കുന്നുണ്ട്. നല്ല കാറ്റും ഉണ്ടായിരുന്നു. വെയിൽ ഒരു 5-5:30 ആവും വെയിലൊന്ന് തവിഞ്ഞ് വരാൻ. താണ്ട അങ്ങ് മേളിൽ നിൽക്കുന്നതാണ് നമ്മളെ പട്ടം. ആ റോസ് കളറ് അത്രയും ഹൈറ്റിൽ അത് പോയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടൻ മോളെയും കൊണ്ട് തോണ്ട് കടലിലോട്ട് ഇറങ്ങി. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് തിരിച്ച് വലിക്കാം, പട്ടത്തെ തിരിച്ച് വലിക്കാം. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട ഞാൻ പറത്തിക്കോളാം, വലിക്കണ്ട 5 മിനിറ്റ്. ചേട്ടൻ അങ്ങോട്ട് പോയി 5 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ പട്ടത്തിൻ്റെ വഴിക്കോ. ഇരുന്ന് വലിക്കുന്നത് മൊത്തം ചരട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പിന്നെ അറിഞ്ഞത്. പട്ടം മേളിൽ കിടന്ന് പറക്കുന്നുണ്ട്, കടലിൻ്റെ മേളിൽ കിടന്ന് പട്ടം പറക്കുന്നുണ്ട്. പക്ഷേ ചരട് പൊട്ടിയിട്ടുണ്ട്, കുരുങ്ങിയിട്ട് വേറൊരു പട്ടം വന്ന് കുരുങ്ങിയിട്ട് ചരട് പൊട്ടി. അപ്പോഴത്തേക്ക് പിന്നെ അമ്മയുടെ
ആവേശം എല്ലാം തീർന്നു. അപ്പോൾ പിന്നെ നമുക്ക് ബീച്ചിൽ നിന്ന് പോകാമെന്നായി അമ്മയ്ക്ക്. അതുവരെ പോണ്ടെന്ന് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിൻ്റെ പാർക്കിൽ കയറാൻ പറ്റിയില്ല. അതിനിപ്പുറമുള്ളൊരു പാർക്കിലാണ് കയറിയത്. അവിടെ എന്തോ ഓണമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പരിപാടി നടക്കുന്നു. അപ്പോൾ അതിനകത്ത് കയറിയാലും ഇതുപോലുള്ള കളിക്കുന്നതിലൊന്നും കുഞ്ഞുങ്ങളെ കയറ്റാൻ പറ്റത്തില്ല, അതെല്ലാം നിർത്തി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇപ്പുറമുള്ളൊരു പാർക്കിൽ കയറി. ഇവിടെ ഞങ്ങളും കയറുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നറിയുന്നതും ആദ്യമായിട്ട്, ഇങ്ങനെ കളിക്കാനൊക്കെ സ്ഥലം ഉണ്ടെന്നറിയുന്നതും ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ പാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചുറ്റി നടന്ന് നോക്കിയത് ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ ചേട്ടൻ കണ്ടുപിടിച്ചതാണ് ഇത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. പക്ഷെ മൊത്തത്തിൽ എടുക്കാനായിട്ട് പറ്റിയില്ല. ഇവളെ അതിലൊക്കെ കയറ്റുന്ന ഒരു ടിക്കറ്റിൻ്റെയൊക്കെ ഇതായപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ മേളിൽ നിന്ന് ആദ്യം എടുത്തത്. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു. അവളെ പ്ലെയിനകത്തൊന്ന് കയറ്റി, പിന്നീട് ട്രെയിനകത്ത് കയറ്റി, പിന്നീടെല്ലാം ഉള്ളതെല്ലാം ഉയരമുള്ളതാണ്. അവളിരിക്കും, പക്ഷേ നമുക്കൊരു പേടി, കാരണം അത്ര സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു പേടിയാണ്ട് നമ്മൾ കയറ്റിയില്ല. നമ്മൾ ട്രെയിനിൽ കയറ്റി. മറ്റേത് ട്രെയിനിൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ കയറുന്നതാണ്. ചിലപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കയറും. പക്ഷേ ഈ പ്രാവശ്യം അവളെ ഒറ്റയ്ക്ക് കയറ്റി വിട്ടത്. ഞങ്ങൾ ആരും കയറിയില്ല. മിക്കവാറും ഞങ്ങൾക്ക് എല്ലാവർക്കും തലവേദന, അതുകൊണ്ടാണ് ആരും കയറാഞ്ഞത്. പക്ഷേ അവൾ കയറിയെങ്കിലും ഞങ്ങൾ ചോദിച്ചാൽ അവൾ അനങ്ങാതിരിക്കും, വിഷമമാവുമെന്ന്. അവൾക്കൊരു കുലുക്കവും ഇല്ലായിരുന്നു. അവളതൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പോകുമ്പം അമ്മുമ്മ, അച്ചാച്ചി, അമ്മ, ചേച്ചി, അമ്മ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, ടാറ്റ തരുന്നുണ്ടായിരുന്നു. ബാക്കി കയറിയ കുഞ്ഞുങ്ങൾ ചിരിക്കുകയും എടുക്കുകയും ചെയ്യുന്നതല്ലാതെ വാ വെക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇതതിനകത്ത് കയറിയിരുന്ന് വാ വെക്കുന്നുണ്ട്. അവൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചേച്ചി ഇവൾ അനങ്ങാതിരിക്കുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അവൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല. അവൾ ഞങ്ങളെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അവൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണ് അവൾ സംസാരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടപ്പോൾ ഒരു സന്തോഷം. ഒറ്റയ്ക്കാണെങ്കിലും അവളെ കാര്യങ്ങൾ അവൾ എൻജോയ് ചെയ്തോളും. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറ്റി. പിന്നീട് കുട്ടി കുട്ടി ഊഞ്ഞാലുകളുണ്ടായിരുന്നു. ഇതൊക്കെ പൈസ കൊടുത്ത് കയറുന്നത്. ട്രെയിനിൽ 20 രൂപയാണെന്ന് തോന്നുന്നു കൊടുത്ത് കയറുന്നത്. പിന്നീട് നമ്മൾ ഈ ഞെരങ്ങി ഇറങ്ങുന്നതും ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കുറച്ച് നേരം കളിച്ച്. അവിടെ പിന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ചായയായിരുന്നു. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് മുട്ട ബജ്ജിയൊക്കെ കഴിച്ചു. പിന്നീട് നമുക്ക് ഒന്നും എടുക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല, കാരണം അത്രയ്ക്കും തിരക്കും കാര്യങ്ങളുമായി. നമ്മൾ അവിടെ നെല്ലിക്കയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച കടയിൽ നിന്നെല്ലാം വാങ്ങിയൊക്കെ ചെയ്തു. പക്ഷേ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഒരാൾ പോയി തട്ടും, ആ രീതിയിലുള്ള തിരക്കായിരുന്നു. ഇതൊന്നും അല്ലായിരുന്നു ട്രാഫിക്. ആ സമയത്ത് ട്രാഫിക്കിൻ്റെ എടുക്കാനായിട്ട് ഫോൺ ബാഗിലായിപ്പോയി. നല്ല രീതി എഴഞ്ഞ് ഉറുമ്പ് പോകുന്ന കണക്കാണ് വണ്ടി കയറി വന്നത്. അമ്മാതിരി തിരക്കായിപ്പോയി. പിന്നെ മുക്കിന് പോലീസുകാരുണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഒരു വണ്ടി തിരിച്ചും മറിച്ചും ഒക്കെ വിടുന്നത് കൊണ്ട് കുറച്ചെങ്കിലും നേരത്തെ വീട്ടിലെത്താൻ പറ്റി. അപ്പം നമ്മൾ അവിട്ടത്തിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. പിന്നീട് അമ്മയും ചേട്ടനും എറണാകുളത്തൊക്കെ പോയി. വീണ്ടും ഞങ്ങൾ 3 പേരും മാത്രമായി. പിന്നീട് നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം തിരുവോണത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ ചാനലിൽ കയറി കാണണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മുന്നോട്ടും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.